സാധാരണ ഒരു പില്ലറിലിടിക്കുക, മതിലിടിക്കുക, സൈഡിടിക്കുക, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുള്ളത്. പക്ഷേ രണ്ട് വാഹനങ്ങൾ കൂട്ടി ഇടിച്ചുകൊണ്ട് ഒരു റിയൽ ഫാക്ട് അല്ലെങ്കിൽ റിയൽ വേൾഡിൽ ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ ഇതിൽ സേഫ്റ്റി ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിനാണ് ഹെഡ് ലാമ്പ് യൂണിറ്റ് വളരെ കുഞ്ഞിതാണ്, സ്ലീക്കാണ്. അങ്ങനെ കാണുമ്പോൾ തോന്നുന്നു നമുക്ക് പവർ കുറവാണോ എന്നൊക്കെ. അതൊരു ബൈ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. ടോപ്പിൽ 3 വേരിയന്റിലും സസ്പെൻഷൻ നമുക്ക് FDD എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു പാനോറമിക് റൂഫ് എന്ന് പറഞ്ഞാൽ അത് ടാറ്റ സിയറയ്ക്ക് സ്വന്തമാണ് എന്നതാണ്. വീല് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബമ്പറിൻ്റെ സൈസ് നോക്കിയാൽ ആകെ ഇത്ര വരുന്നുള്ളൂ. അതായത് മാക്സിമം ബാക്കിലേക്ക് തള്ളിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ സാധാരണയിൽ കൂടുതൽ വാഹനത്തിനകത്ത് സമയം ചിലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വീടിൻ്റെ നമ്മുടെ ഒരു ലിവിങ് റൂമിൻ്റെ ഒരു കംഫർട്ട് നമ്മുടെ വാഹനത്തിൽ കിട്ടുന്ന രൂപത്തിലാണ് ഇതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് ഓട്ടോ ഹോൾഡ് എഴുതിയ ബട്ടൺ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. അതായത് നമുക്ക് ബേസിൻ്റെ മുതൽ ഓട്ടോ ഹോൾഡോട് കൂടിയിട്ടുള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് നമുക്ക് ടാറ്റ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ജനുവരി 15 മുതലാണ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുക. അതായത് 2026 മാനുഫാക്ചറിങ് ആയിരിക്കും നമ്മുടെ ടാറ്റ സിയറ നമ്മുടെ കൈകളിൽ എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ടാറ്റ സിയറയുടെ ഏതൊക്കെ വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടുമെന്ന് ആരും പറയാത്ത അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോവാണ്. പക്ഷേ അതിന് മുമ്പ് നേരിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ടാറ്റ സിയറ എന്ന് പറഞ്ഞ ഒരു പുതിയ മോഡൽ അവതരിപ്പിക്കാൻ മാത്രമല്ല ടാറ്റ ഇതുകൊണ്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു അഗ്രോ എന്ന് പറയുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇത് 5 സീറ്റർ വാഹനമാണ്, അതിന് 7 സീറ്റർ ആക്കാം, CNG ഇറക്കാം, ഹൈബ്രിഡ് ഇറക്കാം, പെട്രോൾ, ഡീസൽ എന്നിങ്ങനെ ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും മാറ്റി ഇറക്കാവുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുണ്ട്. 2 പുതിയ പെട്രോൾ എഞ്ചിൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സിയറയിലൂടെ ഒരുപാട്, അതായത് നിലവിൽ ടാറ്റയുടെ ലൈനപ്പിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് പ്രധാന കാര്യം. ഇനി ഫീച്ചേഴ്സിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതിന്റെ ഡയമെൻഷൻ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. നമുക്കിത് ഏത് സെഗ്മെന്റാണ് വരുന്നത് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്രെറ്റ, സെൽട്ടോസ്, ഗ്രാൻഡ് വിറ്റാര, ഹൈ റൈഡർ അത്തരത്തിലുള്ള വാഹനങ്ങളുടെ കാറ്റഗറിയാണ് വരിക. പക്ഷേ അതിനേക്കാൾ കുറച്ച് പ്രീമിയമാണ്. ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്വിഫ്റ്റ്, തിയാഗോ അത്തരം വാഹനങ്ങളൊക്കെ ഹാച്ച് ബാക്ക് ആണ്. പക്ഷേ ആൾട്രോസ്, i20, ബലേനോ അതും ഹാച്ച് ബാക്ക് ആണെങ്കിൽ പോലും അത് നമ്മൾ എന്താ വിളിക്കുക, പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് വിളിക്കുക. അതായത് ഹാച്ച് ബാക്ക് ആണെങ്കിൽ പോലും അതിനേക്കാൾ കുറച്ച് ഡയമെൻഷൻ ഉണ്ടായിരിക്കും, കുറച്ചൊരു ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും, കുറച്ച് വില കൂടുതലുണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ മിഡ് സൈസ് SUV വാഹനങ്ങളിലെ ഒരു പ്രീമിയം കാറ്റഗറി ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ടാറ്റ സിയറ എന്നുള്ളൊരു മോഡലിലൂടെ. അത്യാവശ്യം നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഡയമെൻഷൻ അത്ര തന്നെയാണ്. നമുക്ക് വീതി, നീളം, പ്രത്യേകിച്ച് വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 2730 മില്ലിമീറ്റർ വീൽ ബേസ് വരുന്നുണ്ട്. നമ്മൾ ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 120 മില്ലിമീറ്റർ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് ഇന്റീരിയർ ലഭിക്കുമെന്നുള്ളതാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം വീൽ ബേസ് വരുന്നൊരു വാഹനം ഫോക്സ്വാഗൺ ടൈഗോൺ ആണ്. ടൈഗോൺ 2650 മില്ലിമീറ്റർ ആണ് നമുക്ക് വീൽ ബേസ് വരുന്നത്. അതിന് മുകളിലായിട്ട് 2730 മില്ലിമീറ്റർ വീൽ ബേസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി 7ഓളം വേരിയൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മാർട്ട്, പ്യുർ പ്ലസ്, അഡ്വഞ്ചർ പ്ലസ്, അക്കംപ്ലിഷ് പ്ലസ്, ഇതാണ് 7 വേരിയൻസ് വരുന്നത്. അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ടാറ്റ ലേക്ക് ഞാൻ ഇവിടുന്ന് കൊടുത്തു തുടങ്ങാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ 7 വേരിയൻറ്റിൽ നമുക്ക് ഡീസൽ മാനുവൽ ആയിട്ട് കിട്ടും, 5 വേരിയൻറ്റിൽ ഡീസൽ ഓട്ടോമാറ്റിക് ആയിട്ടും കിട്ടും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ബേസ് വേരിയൻ്റ് നടുവിലത്തെ ഒരു വേരിയൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഡീസലിൻ്റെ ഓട്ടോമാറ്റിക് മാനുവൽ കിട്ടുമെന്നുള്ളതുകൊണ്ട് അതിനൊരു ലേക്ക് കൊടുക്കാൻ ഒരുപാട് ഡീസൽ പ്രേമികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതുകൊണ്ട് പേഴ്സണലി ഞാൻ ഒരു ഡീസൽ വാഹനം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് ആയിട്ട് നമ്മുടെ ടാറ്റ സിയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ 7 വേരിയൻറ്റിലും ഏതൊക്കെ വേരിയൻറ്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളത്, ഏതെടുക്കുന്നതായിരിക്കും ബെറ്റർ, അതൊന്ന് വിശദമായിട്ട് നോക്കാം. ഓരോ ഫീച്ചേഴ്സ് എടുത്ത് പറയുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഒന്നും മെൻഷൻ ചെയ്യാതെ പോകാനായിട്ട് പറ്റില്ല. കാരണം അത്തരത്തിലാണ് ടാറ്റ ഒരു വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ LED DR ഒരു ഇൻഫിനിറ്റി ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ കാണാം. അതിനാണ് ഹെഡ് ലാമ്പ് യൂണിറ്റ് വളരെ കുഞ്ഞിതാണ്, സ്ലീക്കാണ്. അങ്ങനെ കാണുമ്പോൾ തോന്നുന്നു നമുക്ക് പവർ കുറവാണോ എന്നൊക്കെ. അതൊരു ബൈ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. നമ്മുടെ വാഹനത്തിൽ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ലൈറ്റ് ത്രോ കൂടി വരുമെന്നുള്ളതൊക്കെയാണ് നമ്മുടെ ടാറ്റ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് കിട്ടുന്നതാണ് എന്നുള്ളതാണ്. ഇതിൽ ഇൻഫിനിറ്റി LED DR ഉണ്ടല്ലോ, ഇത് ഇന്ത്യയിൽ എന്നല്ല ആരും ഇതുവരെ ഇത്തരത്തിലുള്ളൊരു ലൈറ്റ് നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് ടാറ്റ പറഞ്ഞത്. അവർക്ക് ഇത് കണ്ടെത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതായത് 1.8 മീറ്ററോളം ഒരു സിംഗിൾ സാധനമാണ്. ഇതിൽ എവിടെ കട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ നമുക്ക് ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ സീക്വൻഷ്യൽ LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഇങ്ങനെ പുറത്തേക്ക് ഒഴുകി പോകുന്ന പോലെ അത് ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അവിടെ താഴേക്ക് വന്നാൽ നമുക്ക് ഫോഗ് ലാമ്പ് കാണാം. അത് കോർണറിംഗ് ഫംഗ്ഷനോട് കൂടി കിട്ടുന്നതാണ്. അത് 4ാമത്തെ വേരിയൻറ്റ് മുതലാണ് നമുക്ക് ലഭിക്കുക. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ 4ാമത്തെ വേരിയൻറ്റ് മുതലാണ് നമുക്ക് ലഭിക്കുക. 360 ക്യാമറ 4ാമത്തെ വേരിയൻറ്റ് മുതലാണ് ലഭിക്കുക. അപ്പോൾ 4ാമത്തെ വേരിയൻറ്റിലാണ് അത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നത് എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പൊക്കെ നമുക്ക് 3ാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള പ്യുർ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് മുതലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ വെൽക്കം, ഗുഡ് ബൈ ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുമ്പോഴൊക്കെ ലൈറ്റ് ഒരു ഡാൻസിങ് ടൈപ്പ് ഫീച്ചർ കാര്യങ്ങൾ അതൊക്കെ
ടോപ്പിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി മുൻവശത്ത് പറയാനുള്ളത് നമുക്ക് അഡാസ് ലെവൽ 2-ൻ്റെ ആണ്. അതിൻ്റെ റഡാർ താഴെ കാണാം, അതുപോലെ തന്നെ മുകളിലായിട്ട് അതിൻ്റെ ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ടോപ്പിലെ 2 വേരിയൻറ്റിൽ നമുക്ക് അഡാസ് ലെവൽ 2 വരുന്നുണ്ടെങ്കിൽ പോലും 6ാമത്തെ വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നത് ഒരു 12ഓളം ഫീച്ചേഴ്സാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഏകദേശം 22ഓളം ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള ഏറ്റവും ഹൈ എൻഡ് അഡാസ് ലെവൽ 2 കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മുൻവശത്തെ പ്രധാന കാര്യങ്ങൾ. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ബേസ് വേരിയൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു കണക്റ്റിംഗ് ടൈപ്പ് LED DRL-ഉം ഇൻഡിക്കേറ്റർ LED, ബൈ പ്രൊജക്ട് LED ഹെഡ് ലാമ്പ്, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാർക്കിംഗ് സെൻസർ, അതുപോലെ LED ഫോഗ് ലാമ്പ്, അത്തരത്തിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ അവിടെ മിസ്സിംഗ് ഉള്ളൂ. അത് വേണമെങ്കിൽ എക്സ്ട്രാ വെക്കാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് ഓക്കെയാണ്. അതും ബേസ് വേരിയൻറ്റ് പ്രൈസ് നമുക്കറിയാവുന്നതാണ്. ഏകദേശം 11,49,000 രൂപയാണ് എക്സ്ഷോറും പ്രൈസ് വരുന്നത്. അപ്പോൾ ഒരു 14 ലക്ഷത്തിനകത്ത് തന്നെ 13,70,000 80,000 റേഞ്ചിലൊക്കെ ഓൺ റോഡ് വിലക്കാൻ നമുക്ക് കിട്ടുന്നൊരു വേരിയൻ്റാണ് ബേസ് വേരിയൻ്റ് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഫ്രണ്ട് നോക്കുമ്പോൾ ഉണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത്. ഇനി വശങ്ങളിലേക്ക് വന്നാലാണ്, ഞാൻ ഓൾറെഡി വീൽ ബേസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ടയർ സൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു 19 ഇഞ്ച് വീലാണ്. 225/55 പ്രൊഫൈലുള്ള 19 ഇഞ്ചാണ് അത്തരത്തിലൊരു അലോയ കാണുന്നത്. ടോപ്പ് എൻഡിലാണെങ്കിൽ എല്ലാവർക്കും കിട്ടും. അല്ല, അതിന് തൊട്ട് താഴെയുള്ള വേരിയൻറ്റിലാണെങ്കിൽ നമുക്ക് ഈ ഒരു 19 ഇഞ്ചിൻ്റെ അലോയ് വരുന്നുണ്ട്. പക്ഷേ ടർബോ പെട്രോൾ എഞ്ചിനോ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനോ എടുക്കണം. നോർമൽ പെട്രോൾ എഞ്ചിനിൽ നമുക്ക് 18 ആയിട്ട് മാറും എന്നുള്ളതാണ് അവിടെ വരുന്നൊരു മാറ്റം. 5ാമത്തെ വേരിയൻറ്റിൽ നമുക്ക് 18 ഇഞ്ചാണ് കിട്ടുക. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് 17 ഇഞ്ച് വീലാണ് വരുന്നത്. അലോയ് വീൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 3ാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള പ്യുർ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ തന്നെ. പക്ഷേ 17 ഇഞ്ച് ആവും എന്നുള്ളേ ഉള്ളൂ അലോയ് വീൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീൽ ആർച്ചൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലും റീലിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സിയറയുടെ ബാഡ്ജിങ്, നമ്മൾ ഈ കാണുന്ന റെഡ് കളർ ഉണ്ടല്ലോ, ഇതിൽ ഒരുപാട് ആക്സറി ചെയ്തിട്ടുണ്ടോ. നിങ്ങൾ ഇത് സ്റ്റോക്കാന്ന് വിചാരിക്കേണ്ട. പ്രത്യേകിച്ച് ഈ ഒരു നമ്മളിവിടെ ഫ്രണ്ടിൽ പറയാൻ വിട്ടുപോയതാണ്. ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ ചുറ്റുമുള്ള ഒരു ഗാർണിഷ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ സിയറയുടെ ബാഡ്ജിങ് കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു ക്രോം എലമെൻറ്റ് പോയിട്ടുണ്ട്. അതൊക്കെ ആക്സറിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ്. 4 വീലും ഡിസ്ക് ബ്രേക്കുകൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 205 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു സെഗ്മെൻറ്റിൽ വീൽ ബേസ് മാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉയർന്നതാണ്. നമുക്ക് ക്രെറ്റ സെൽറ്റോസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 185-190 മില്ലിമീറ്ററാണ് വരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു 200-ന് മുകളിൽ ഒരു പക്ക ഒരു SUV-യുടെ ക്യാരക്ടർ കിട്ടേണ്ട അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. പക്ഷേ റൈഡ് അതിന് ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് 5ാമത്തെ വേരിയൻ്റ് മുതൽ അങ്ങോട്ട് മുകളിലേക്ക്, അതായത് ടോപ്പിലെ 3 വേരിയൻറ്റിലും സസ്പെൻഷൻ നമുക്ക് FDD എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നതാണ്. നമുക്ക് നല്ല രീതിയിലുള്ള റൈഡ് ക്വാളിറ്റി കിട്ടുമെന്നുള്ളതാണ് ടാറ്റ പറഞ്ഞിട്ടുള്ളത്. വൈകാതെ നമുക്കത് ഓൺ റോഡിൽ എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ടോപ്പിൽ 3 വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഫാമിലി യൂസാണ് പരിഗണിക്കുമെങ്കിൽ ഒരു 5ാമത്തെ വേരിയൻ്റ് മുകളിലേക്ക് പരിഗണിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റൈഡ് ക്വാളിറ്റി എന്ന് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ORM-ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ORMs വരുന്നുണ്ട്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ വേരിയൻ്റ് മുതലാണ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റിനൊപ്പം ഫോൾഡും ഒപ്പം ഓട്ടോ ഫോൾഡ് അടക്കം കൊടുത്തിട്ടുണ്ട്. അതായത് 2ാമത്തെ വേരിയൻ്റ് മുതൽ ഇത് ഫുള്ളി ലോഡർ ആയിട്ടുണ്ട്. പിന്നെ അവിടെ ഒന്നും ഒരാൾക്കും ചെയ്യാനില്ല എന്നുള്ളതാണ്. അത്രയധികം ഫീച്ചർ ലോഡായിട്ട് മാറുന്നുണ്ട്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് സൺറൂഫ് അല്ല, പാനോറമിക് റൂഫ്. ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു പാനോറമിക് റൂഫ് വേറെ ഒരാൾ ഇതുവരെ ഇറക്കിയില്ല. അതായത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു പാനോറമിക് റൂഫ് എന്ന് പറഞ്ഞാൽ അത് ടാറ്റ സിയറയ്ക്ക് സ്വന്തമാണ് എന്നതാണ്. അപ്പോൾ അതൊക്കെ സോഴ്സ് ചെയ്യാനായിട്ട് ടാറ്റ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം അത് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലൊരു പാനോറമിക് റൂഫ് നമുക്ക് കിട്ടുന്നത് പ്യുർ പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റ്, അതായത് 3ാമത്തെ വേരിയൻ്റ് മുതലാണ് നമുക്ക് അത്തരത്തിലൊരു സൺറൂഫ് അല്ലെങ്കിൽ പാനോറമിക് റൂഫ് ലഭിച്ചു തുടങ്ങുന്നത്. തൊട്ടടുത്തായിട്ട് നമുക്ക് റൂഫ് റെയിൽസ് കാണാം. അത് 4ാമത്തെ വേരിയൻ്റ് ആയിട്ട് അഡ്വഞ്ചർ മുതൽ നമുക്ക് റൂഫ് റെയിൽസ് വരുന്നുണ്ട്. ഇനി ബേസ് വേരിയൻ്റ് മുതൽ തന്നെ നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് വരുന്നത്. ഇത് ടോപ്പ് എൻഡിൽ നമുക്ക് പോപ്പപ്പ് ചെയ്ത് വരുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. നമ്മളിങ്ങനെ ഇവിടെ പ്രസ് ചെയ്തിട്ട് തന്നെ വലിച്ചെടുക്കണം എന്നുള്ളതാണ്. എന്നാൽ ബേസ് വേരിയൻ്റ് മുതൽ ഒരു നമ്മുടെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് വശങ്ങളിലെ കാര്യങ്ങൾ. ഇതിൻ്റെ ഒരു ഡിസൈനിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആ സിയറയുടെ ക്യാരക്ടറിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വീണ്ടും എടുത്ത് പറയാത്തത്. നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഈ ഒരു ഡാർക്ക് ക്രോം മുകളിലും താഴേക്ക് ആയിട്ട് ഷോൾഡർ ലൈനിലൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ ആക്സറിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. സ്റ്റോക്ക് വാനിറ്റിൽ നമുക്ക് ഉണ്ടാവില്ല. ഏകദേശം ഇതിൻ്റെ ഒരു വീലിൻ്റെ പ്ലേസിങ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതിൻ്റെ വീൽ ബേസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതായത് വീൽ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബമ്പറിൻ്റെ സൈസ് നോക്കിയാൽ ആകെ ഇത്ര വരുന്നുള്ളൂ. അതായത് മാക്സിമം ബാക്കിലേക്ക് തള്ളിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെയും അഗ്രോ എന്ന് പറയുന്ന ടാറ്റ പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും പ്രത്യേകത ഇത് തന്നെയാണ്. ഇത് ഏത് രൂപത്തിൽ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഹൈബ്രിഡ് വാനാക്കാം, അതുപോലെ തന്നെ പെട്രോളിൽ ഇറക്കാം, ഡീസൽ ഇറക്കാം, CNG-യിൽ ഇറക്കാം. ഒപ്പം നമുക്ക് 7 സീറ്റർ ആക്കി മാറ്റാം, 5 സീറ്റർ ആക്കി മാറ്റാം. എങ്ങനെ വേണമെങ്കിൽ നീളം കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഇനി റിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീഫോഗർ വൈപ്പർ കാര്യങ്ങളൊക്കെ പ്യുർ പ്ലസ് എന്ന് പറയുന്ന 3ാമത്തെ വേരിയൻ്റ് മുതലാണ് കിട്ടുക. ഡീഫോഗർ ഇവിടെ വിസിബിൾ ആണ്, പക്ഷേ വൈപ്പർ ഹിഡൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ എടുക്കണം, നമ്മൾ ഓണാക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് വിസിബിൾ ആവുള്ളൂ. ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ബേസ് വേരിയൻ്റ് മുതൽ തന്നെ പുറകിലും ആ ഒരു കണക്റ്റിംഗ് ടൈപ്പ്
ടെയിൽ ലാമ്പ് യൂണിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഏകദേശം നമ്മൾ ഫ്രണ്ടിൽ 1.8 മീറ്റർ പറഞ്ഞെങ്കിൽ ഇത് 1.6 മീറ്റർ സിംഗിൾ പീസ് യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത്. എന്തായാലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ മാറേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആവും അത്യാവശ്യം എന്നുള്ളതാണ്. കാരണം ഒറ്റ സിംഗിൾ പീസ് മൊത്തം മാറണം എന്നുള്ളതുകൊണ്ട് അത് മുകളിലാണ് നമുക്ക് അത്തരത്തിലൊരു ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്നത്. അതിന് താഴെയായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. ഇത് അഗെയിൻ നമുക്ക് ആക്സറിയാണ് വന്നിട്ടുള്ളത്. ക്യാമറ കാണാൻ സാധിക്കും, ഏറ്റവും താഴെയായിട്ടാണ് നമ്പർ പ്ലേറ്റിന് മുകളിലായിട്ടാണ് ക്യാമറ വന്നിട്ടുള്ളത്. അത് നമുക്ക് ഏകദേശം നോർമൽ ക്യാമറ നമുക്ക് രണ്ടാമത്തെ വേരിയൻ്റ് മുതൽ പ്യൂർ എന്ന് പറയുന്ന വേരിയൻ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബേസ് വേരിയൻ്റ് ഒഴിച്ച് എല്ലാ വേരിയൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നാലാമത്തെ വേരിയൻ്റ് മുതൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറ ആയിട്ട് മാറുന്നുണ്ട്. ഫ്രണ്ടിലും സൈഡിലൊക്കെ കണ്ട പോലെ സ്കിപ്പ് ലൈൻ്റെ ഏരിയ ബമ്പറിൻ്റെ ഏരിയയിലൊക്കെ ഗ്ലോസി ബ്ലാക്ക് കണ്ടതാണ്. അത് പുറകിലും തുടർന്ന് പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ സിൽവർ കളർ കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് നമുക്ക് സ്പെയർ വീൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ മൊത്തം ഓവറോൾ എക്സ്റ്റീരിയറിൻ്റെ ഒരു ലുക്ക് പറയാനുള്ളത്. ഇനി ബൂട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആവുമോ എന്നറിയില്ല. യെസ്, ഓപ്പൺ ആയിട്ടുണ്ട്. ചാർജ് തീർന്നു എന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് 622 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അതും ഈ സെഗ്മെൻറ്റിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ബെസ്റ്റ് ഒന്നുമില്ല, അങ്ങേയറ്റത്തെ ബെസ്റ്റാന്ന് പറയാം. അതിന് ലേക്ക് കൊടുക്കുക. അതൊരു 430-450 ലിറ്ററിൻ്റെ ഒരു സൗണ്ടാണ് കേട്ടോ. സാധാരണ നമുക്കൊരു ക്രെറ്റ സെൽട്ടോസ് ആ ഒരു കാറ്റഗറി വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ 420-430 ലിറ്ററാണ് സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് വരുന്നത്. പക്ഷേ ഇത് നോക്കുകയാണെങ്കിൽ 622 ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഏരിയ ഇത്തരത്തിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഫോൾഡ് ചെയ്ത് വെച്ചാൽ 1252 ലിറ്റർ ആക്കിയിട്ട് സ്റ്റോറേജ് ഏരിയ വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ പാർസൽ ട്രേ ഇത് ആക്സറിയാണ്. നമുക്ക് അത്തരത്തിൽ സിയറ എന്നുള്ള ബ്രാൻഡ് ബാഡ്ജിങ്ങും അതിൽ കുറേ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് ആക്സറിയാണ്. പക്ഷേ നോർമൽ ഒരു പാർസൽ ട്രേ നമുക്ക് 4ാമത്തെ വേരിയൻ്റ് മുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതും ഒരു രണ്ടാമത്തെ അറ്റ്ലീസ്റ്റ് ബേസ് വേരിയൻ്റ് മുതൽ കൊടുക്കണം, എന്നാലും ഒരു രണ്ടാമത്തെ വേരിയൻ്റ് മുതലെങ്കിലും കൊടുക്കായിരുന്നു എന്ന് തോന്നിയൊരു കാര്യമാണ്. ഇതൊക്കെ ആക്സറിയാണ് കേട്ടോ. അതൊന്നും നമുക്ക് സ്റ്റോക്ക് വണ്ടിയിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബൂട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ചുമ്മാ ജസ്റ്റ് കാലൊന്ന് അടിയിൽ മൂവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൂട്ട് ഓപ്പൺ ആവും, അല്ലെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ കീല് പ്രസ് ചെയ്യാം. അങ്ങനെ ഒരു പവർ ടെയിൽ ഗേറ്റ് കാര്യങ്ങൾ നമുക്ക് സിയറയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സ്റ്റീരിയറിലെ കാര്യങ്ങൾ. ഇനി റിയർ സീറ്റിലൊന്ന് കയറി നോക്കാം. സോ ഇനി പുറകിലിരിക്കുന്നവർക്കുള്ള യാത്രാസുഖം ഞാൻ ഓൾറെഡി വീൽ ബേസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു. സ്പേസിൻ്റെ കാര്യം ഇതും സെഗ്മെൻറ്റ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ വരുന്ന രൂപത്തിലാണ്. നിങ്ങളൊരു ക്യാബിൻ കണ്ടല്ലേ, നമ്മുടെ പഴയ കോമഡി സിനിമകളിലേക്ക് കാണുന്ന പോലെ ഇത് കൂടെ കയറി അത് കൂടെ ഓടി ഇറങ്ങാവുന്ന രൂപത്തിലാണ്. അതും ചെറിയ കുട്ടികൾക്കല്ല കേട്ടോ, വലിയവർക്കും അത്തരത്തിലാണ്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോറാണ് വന്നുള്ളത്. ഒപ്പം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡോർ തന്നെ നമ്മൾ നോക്കി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഷെയ്ഡ് കർട്ടൻ ബേസ് വേരിയൻ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ലേക്ക് കൊടുക്കാം. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെയൊക്കെ നമുക്കൊരു ലെതർ ടച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും. സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് ലെതറൊക്കെ ആവും. ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നമുക്ക് ടോപ്പിൽ 2 വേരിയൻറ്റിൽ മാത്രം ലഭിക്കുള്ളൂ. ഇവിടെ ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് കാര്യങ്ങൾ കാണാം. 4 ഡോറിലും പവർ വിൻഡോ നമുക്ക് ബേസ് വേരിയൻ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻക്ലൂഡിങ് അംബ്രല ഹോൾഡർ, ബോട്ടിൽ ഹോൾഡേഴ്സൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് ഏരിയയും. അതായത് ശരിക്കും ടാറ്റ പറയുന്ന സിയറ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഹോം എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ സാധാരണയിൽ കൂടുതൽ വാഹനത്തിനകത്ത് സമയം ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വീടിൻ്റെ നമ്മുടെ ഒരു ലിവിങ് റൂമിൻ്റെ ഒരു കംഫർട്ട് നമ്മുടെ വാഹനത്തിൽ കിട്ടുന്ന രൂപത്തിലാണ് ഇതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. നമുക്ക് വാഹനം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഡ്രൈവർ സൈഡ് ഇനി നമ്മുടെ റിയർ സൈഡിൽ നമുക്കൊന്ന് കയറി ഇരുന്ന് നോക്കാം. ലെതർ സീറ്റ് ടോപ്പിൽ 2 വേരിയൻ്റിലാണ് ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു പരാതിയായിട്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം 60/40 സ്പ്ലിറ്റ് സീറ്റ്. അതുപോലെ നമുക്കിത് 2 സ്റ്റെപ്പ് റിക്ലൈനിങ് കൊടുത്തിട്ടുണ്ട് പുറകിലെ സീറ്റ്. അതും ബെസ്റ്റാണ് എന്ന് പറയാം, സെഗ്മെൻറ്റ് ബെസ്റ്റാണ്. ആ ഒരു ഫീച്ചർ, അതുപോലെ കപ്പ് ഹോൾഡറോട് കൂടിയുള്ള ആംറസ്റ്റ്, ഈ ഫീച്ചേഴ്സൊക്കെ നമുക്ക് 5ാമത്തെ, 6ാമത്തെ, 7ാമത്തെ അതായത് ടോപ്പിൽ 3 വേരിയൻറ്റിലേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നി. എന്തായാലും ഒരു 3ാമത്തെ വേരിയൻറ്റ് മുതലെങ്കിലും കൊടുക്കായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ബോസ് മോഡ് വരുന്നുണ്ട്. അതെ, ഇവിടെ നമുക്ക് അതും 5ാമത്തെ അതായത് ടോപ്പിൽ 3 വേരിയൻറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. പുറകിലേക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയർ AC വെൻ്റ് സ്റ്റാൻഡേർഡ് ആണ്. അതുപോലെ താഴെയായിട്ട് നമുക്ക് 65 വാട്ടിൻ്റെ ഒരു സി ടൈപ്പും അതുപോലെ ഒരു USB C ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ കാണാം. അത് പ്യുർ പ്ലസ് എന്ന് പറയുന്ന 3ാമത്തെ വേരിയൻറ്റ് മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തൈ സപ്പോർട്ട് കാര്യങ്ങൾ അത്തരം നമ്മുടെ സ്പേസിൻ്റെ കാര്യമൊക്കെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ കംഫർട്ടബിൾ ആണ് ഈ സെഗ്മെൻറ്റ് എന്നല്ല, ഇതിന് മുകളിലുള്ള സെഗ്മെൻറ്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവുന്ന രൂപത്തിൽ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ വരുന്നുണ്ട്. ശരിക്കും ടാറ്റ കെർവിൽ നമ്മൾ ഏറ്റവും അധികം പരാതി പറഞ്ഞിരുന്നത് റിയർ സീറ്റ് കംഫർട്ടിൽ. കാരണം അതിൻ്റെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ ആ സെഗ്മെൻറ്റിൽ ഏറ്റവും ലോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിലങ്ങനല്ല. ഇതിൽ ആ ഒരു പ്രശ്നം ടാറ്റ പരിഹരിച്ചിട്ടുണ്ട്. സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റിയതുകൊണ്ട് ഇഷ്ടംപോലെ നമുക്ക് സ്പേസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നതാണ് കേട്ടോ. എന്തായാലും റിയർ സീറ്റ് ഉയർന്നിരിക്കാം. തൈ സപ്പോർട്ട്, ഹെഡ് റൂം, ലെഗ് റൂം എല്ലാം ഉള്ളതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു SUV, ഒരു കിടലൻ SUVയിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് തരും എന്നുള്ളത് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഇനി ഡ്രൈവർ സൈഡാണ് കയറി നോക്കേണ്ടത്. അതിന് മുമ്പായിട്ട് ഞാൻ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പാനോമിക് റൂഫിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇതുവരെ തൊട്ട്, അതായത് നമ്മുടെ ബൂട്ട് വരെ ഓപ്പൺ ആവുന്ന അത്രയും സൈസ് നമുക്കിതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ എന്നുള്ള ഇന്ത്യയിൽ തന്നെ ഓപ്പൺ ആവുന്ന
ഏറ്റവും വലിയ ഒരു പാനോറമിക് റൂഫും ടാറ്റ സിയറയിൽ നൽകിയിട്ടുണ്ട്. അത് ശരിക്കും നമുക്ക് സൈഡ് ഗ്ലാസുകൾ, സൈഡ് വിൻഡോസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു പാനോറമിക് റൂഫ് എല്ലാം കൂടി കാണുന്ന സമയത്ത് ശരിക്കും ആ ഒരു ഗ്ലാസ് കൂടെ ഒരു ചില്ല് കൂടാരത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരു ഫീലും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സ്ക്രീൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവും, അത് ആക്സറി ആണ് എന്നുള്ളതാണ്. അതുപോലെ ഇതിലുള്ള കപ്പ് ഹോൾഡേഴ്സിൽ വെച്ചിട്ടുള്ള സിയറയുടെ ബ്രാൻഡിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ അത് ആക്സറി ആണ്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി മുൻവശത്ത് നിന്ന് കയറി നോക്കാം. സെൻട്രൽ ലോക്കിങ് അതുപോലെ തന്നെ സ്മാർട്ട് കീ കാര്യങ്ങളൊക്കെ നമുക്ക് ബേസ് വെയറിന് മുതൽ ടാറ്റ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ലൈക്ക് കൊടുക്കാം. എന്തായാലും ബേസ് വേരിയൻ്റ് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 4 പവർ വിൻഡോ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ ഇവിടെ കാണാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ആവുന്ന ORMൻ്റെ കൺട്രോളും ബേസ് വേരിയൻ്റ് മുതൽ കിട്ടും. പിന്നെ ഇവിടെ ടച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്കിവിടെ ഒരുപാട് ടച്ച് കൺട്രോൾസ് കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെയുള്ള വണ്ടികൾ മൊത്തം 10ഓളം വാഹനങ്ങളുണ്ട്. എല്ലാം ബാറ്ററി കഴിഞ്ഞാൽ ഡെഡ് ആയതുകൊണ്ട് നമുക്ക് ഓണാക്കി കാണിക്കാൻ നിവൃത്തിയില്ല കേട്ടോ. അതുപോലെ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വെന്റിലേറ്റഡ് സീറ്റിൻ്റെ കൺട്രോൾ കാണാൻ സാധിക്കും. വെന്റിലേറ്റഡ് സീറ്റ് നമുക്ക് ടോപ്പിൽ 2 വേരിയൻറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ നമുക്ക് ടോപ്പിൽ 2 വേരിയൻറ്റിൽ കിട്ടുക. 6 വേ പവർ അഡ്ജസ്റ്റ് ആണ്. പക്ഷേ അതിൽ ടോപ്പിലേക്ക് പോകുമ്പോൾ ഒരു അഡീഷണൽ ഫീച്ചർ ആയിട്ട് കിട്ടുന്നത് വെൽക്കം ഫംഗ്ഷൻ വിത്ത് മെമ്മറി സീറ്റോട് കൂടി വരുന്നത്. അതായത് ഇതിൽ 1, 2, 3 എന്നുള്ളതൊക്കെ നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു ടോപ്പത്തെ 2 വേരിയൻറ്റിൽ ഉണ്ടെങ്കിൽ പോലും ഫുൾ ഓപ്ഷൻ എടുക്കുന്നവർക്ക് മെമ്മറി സെറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് സീറ്റ് പുറകിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കയറാനുള്ള കുറച്ച് ലക്ഷറി വാഹനങ്ങളിൽ കാണുന്ന ഫീച്ചേഴ്സൊക്കെ നമുക്കിതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ തൈ സപ്പോർട്ട്, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന തൈ സപ്പോർട്ടൊക്കെ നമുക്ക് ടോപ്പിൽ 3 വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അത് ഡ്രൈവർ സീറ്റ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഫ്രണ്ടിൽ 2 സീറ്റുകളിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി പുഷ് ബട്ടൺ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തത്. നമ്മുടെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട് പുഷ് ബട്ടൺ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് ഓട്ടോ ഹോൾഡ് എഴുതിയ ബട്ടൺ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. അതായത് നമുക്ക് ബേസ് വേരിയൻ്റ് മുതൽ ഓട്ടോ ഹോൾഡോട് കൂടിയിട്ടുള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് നമുക്ക് ടാറ്റ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു കിടിലൻ ഫീച്ചറാണ്. അതുപോലെ തന്നെ ഇവിടെ ഡ്രൈവ് മോഡിൽ എക്കോ, നോർമൽ എന്നിങ്ങനെയുള്ള ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാം, ടെറൈൻ മോഡ് സെലക്ട് ചെയ്യാം. അതൊക്കെ നമുക്ക് പക്ഷേ എല്ലാ വേരിയൻറ്റിലും ഇല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓരോ എഞ്ചിൻ ഓപ്ഷൻ അനുസരിച്ചൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ ടാറ്റ കർവിന് സമാനമായിട്ടുള്ള നമ്മൾ ഒരുപാട് ടാറ്റ വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു ഇലുമിനേറ്റഡ് ലോഗോയോട് കൂടിയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിൽ ബേസ് വേരിയൻറ്റ് മുതൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിംഗ് ഫംഗ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഒരു 2ാമത്തെ വേരിയൻറ്റ് മുതൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ്, അതായത് ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2ാമത്തെ വേരിയൻറ്റ് മുതൽ പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾസ്, ഇവിടെ നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസ് തുടങ്ങിയൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കാണുന്നത് ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലാണ്. ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീൽ നമുക്ക് കിട്ടുന്നത് 4ാമത്തെ വേരിയൻറ്റ് മുതൽ അങ്ങോട്ട് മുകളിലേക്കാണ് എന്നുള്ളതാണ് കേട്ടോ. ക്രൂയിസ് കൺട്രോൾ നമുക്ക് ലഭിക്കുക പ്യൂർ എന്ന് പറയുന്ന 2ാമത്തെ വേരിയൻറ്റിലാണ്. ഇതിപ്പോൾ ഒന്നും ഓണാവാത്തതാണ്. ഇലുമിനേറ്റഡ് സ്റ്റിയറിംഗ് ആണല്ലോ, അതുകൊണ്ട് ഇവിടെയൊക്കെ ലൈറ്റ് തെളിഞ്ഞാൽ അതൊക്കെ എഴുതി കാണിക്കുകയുള്ളൂ. അപ്പോൾ ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഈ ഭാഗത്താണ് വരിക. അത് പക്ഷേ നമുക്ക് 4ാമത്തെ വേരിയൻറ്റ് മുതൽ മുകളിലേക്കാണ്. 2ാമത്തെ വേരിയൻറ്റ് മുതൽ പക്ഷേ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ലഭിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി MIDയിലേക്ക് വന്നാൽ നമുക്ക് പലതരം MID കിട്ടുന്നുണ്ട്. ഏറ്റവും ബേസ് വേരിയൻറ്റിൽ ഉണ്ടായിരിക്കാം നമുക്ക് 4 ഇഞ്ചിൻ്റെ ഒരു കോക്പിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് വരിക. അത് ആദ്യത്തെ 3 വേരിയൻറ്റിൽ അങ്ങനെ ആയിരിക്കും. 4ാമത്തെ വേരിയൻറ്റിലേക്ക് പോയാൽ അത് 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് മാറും. 5ാമത്തെ വേരിയൻറ്റ് മുതൽ ടോപ്പിലേക്ക് പോകുമ്പോൾ അത് 26 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഡിസ്പ്ലേ ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം. കൂടാതെ ടോപ്പിൽ 2 വേരിയൻറ്റിൽ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് ഡിസ്പ്ലേ വരും. അതിൽ നാവിഗേഷൻ്റെ ഡീറ്റെയിൽസ് വരെ നമുക്ക് കാണിക്കുന്ന രൂപത്തിൽ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ടാണ് ഇൻഫർടൈൻമെൻറ്റിൻ്റെ കാര്യം പറയാനുള്ളത്. ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പരസ്യങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻഫിനിറ്റി അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് സ്ക്രീൻ, അതായത് 3 സ്ക്രീനുകൾ അടുക്കി വെച്ച രൂപത്തിൽ ഇത് MID, ഇത് ഇൻഫർടൈൻമെൻറ്റ്, ഇത് നമ്മുടെ പാസഞ്ചർക്കുള്ള എൻ്റർടൈൻമെൻറ്റ് ഏരിയയാണ്. ഇതിൽ ഒരുപാട് ആൻഡ്രോയിഡിൻ്റെ ഒരുപാട് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാമെന്നതാണ്. ജിയോ സിനിമ, ഹോട്ട്സ്റ്റാർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും. അതുപോലെ നമ്മുടെ എയർപോർട്ട്സ് കാര്യങ്ങൾ ഇതിലേക്ക് പെയർ ചെയ്യാം. അതുപോലെ ജോയ്സ്റ്റിക്ക് കണക്ട് ചെയ്തിട്ട് ഗെയിം ഇതിൽ കളിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഏറ്റവും ലാസ്റ്റ് പാസഞ്ചർ സൈഡിലുള്ള സ്ക്രീനിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ഏറ്റവും ടോപ്പിൻ്റെ നിങ്ങൾ എടുക്കുന്നെങ്കിൽ ആമസോൺ അലക്സ കണക്ടിവിറ്റി, ഇൻബിൽഡ് നാവിഗേഷൻ, പിന്നെ നമ്മുടെ ടാറ്റയുടെ കണക്റ്റഡ് കാർ ഫീച്ചർ ആയിട്ടുള്ള ഐറ കണക്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഓവർ ദി എയർ അപ്ഡേറ്റ്, അങ്ങനെ ടെക്നോളജി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഒരുപാട് സമയം സംസാരിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇത് ഓണായിട്ട് ഉള്ള ഒരു വാഹനം കിട്ടുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് പറയാമെന്നതാണ്. ഇനി നമുക്ക് 2ാമത്തെ വേരിയൻറ്റ് മുതലാണ് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് ലഭിച്ചു തുടങ്ങുക. ബേസ് വേരിയൻറ്റിൽ ഉണ്ടായിരിക്കില്ല. 2ാമത്തെ വേരിയൻറ്റിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു, ഇനി അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2ാമത്തെ വേരിയൻറ്റിലാണ് സ്ക്രീൻ നമുക്ക് ടച്ച് സ്ക്രീൻ കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 26 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്രീൻ നമുക്ക് പ്യൂർ എന്ന് പറയുന്ന 2ാമത്തെ വേരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ, ഫുൾ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കില്ല. പക്ഷേ 5ാമത്തെ വേരിയൻറ്റിൽ നമുക്ക് വീണ്ടും സ്ക്രീൻ
സൈസ് വലുതാവുന്നുണ്ട് 31.24 സെൻറ്റിമീറ്റർ ആയിട്ട് മാറുന്നുണ്ട്. ടോപ്പിൽ 2 വേരിയൻ്റിലാണ് നമ്മൾ ഇത്തരത്തിൽ ഡോൾബി അറ്റ്മോസിൻ്റെ 12 സ്പീക്കേഴ്സ്, അതിൽ ഇൻക്ലൂഡിങ് സൗണ്ട് ബാർ. ഇതൊരു സൗണ്ട് ബാർ ആണ്. അപ്പോൾ ഇൻക്ലൂഡിങ് സൗണ്ട് ബാർ അടക്കമുള്ള 12 സ്പീക്കേഴ്സ് ആയിട്ട് മാറുന്നതും ഡോൾബി അറ്റ്മോസ് ലഭിക്കുന്നതൊക്കെ ടോപ്പിൽ 2 വേരിയൻ്റിലാണ് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു റൂമിൻ്റെ, നമ്മൾ വീടിൻ്റെ ലിവിങ് റൂം പോലെയാണ് അവരിതിനെ ഒരു കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ, ഒരു സൗണ്ട് ബാർ സ്വാഭാവികമായിട്ടും നമ്മുടെ ടി വിയുടെ താഴെ നമ്മൾ സാധാരണ ഇപ്പോഴത്തെ കാലത്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. AC വെൻസൊക്കെ കാണാം നമുക്ക് ഒരു വാഹനത്തിൽ, ടാറ്റ വാഹനത്തിലും കണ്ട് ശീലിച്ചൊരു ഡാഷ്ബോർഡോ കാര്യങ്ങളോ ഒരു പുത്തൻ ഡിസൈനിലാണ് ഒരുക്കിയിട്ടുള്ളത്. അവിടെ താഴേക്ക് വന്നാൽ നമുക്ക് AC കൺട്രോൾസ്, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അത് 3ാമത്തെ വേരിയൻ്റ് മുതൽ മുകളിലേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്യുർ പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റ് മുതൽ ലഭിക്കുന്നുണ്ട്. അതിന് താഴേക്ക് വന്നാൽ 65 വാട്ട്സിൻ്റെ ഒരു C ടൈപ്പ് ചാർജിംഗ് പോർട്ട് അടക്കമുള്ള ചാർജേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. അത് 5ാമത്തെ വേരിയൻറ്റിൽ കൊടുത്തുള്ളൂ. അതൊക്കെ സ്റ്റാൻഡേർഡ് ആക്കുന്ന ഒരു സമയം ആയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്മിഷൻ കാണാൻ സാധിക്കും. P എന്ന് പറഞ്ഞ് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ വയർലെസ് ചാർജിംഗ് പാഡ് കാണാൻ സാധിക്കും. അത് ടോപ്പിൽ 2 വേരിയൻറ്റിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നമ്മുടെ ആംറസ്റ്റ്, നമുക്ക് ഡ്രൈവറുടെ ആംറസ്റ്റ് ബേസ് വേരിയൻറ്റ് മുതൽ കിട്ടുന്നുണ്ട്. ഒരു സ്ലൈഡിങ് ആംറസ്റ്റ് കിട്ടുന്നുണ്ട്. ഇത് പക്ഷേ ഒരു ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെതർ ടച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ആംറസ്റ്റാണ്. അതിന് താഴെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാണാൻ സാധിക്കും. 5ാമത്തെ വേരിയൻറ്റിൽ നമുക്കൊരു കൂൾഡ് ഗ്ലോ ബോക്സ് കൂടി ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ലൈറ്റ് കാര്യങ്ങൾ, കൂൾഡ് ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒന്ന് പെട്ടെന്ന് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഫീച്ചേഴ്സായിട്ട് എടുത്ത് പറയാനുള്ളത്. നമുക്ക് വാഹനം ചാർജിലൊരു വാഹനം കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വിശദമായിട്ട് പിന്നെ പറയാം. ഇനി സേഫ്റ്റിയുടെ കാര്യം നോക്കും. നമ്മൾ ടാറ്റയുടെ വാഹനത്തിൽ സേഫ്റ്റിയുടെ കാര്യം ഞാൻ പറയേണ്ടതില്ല. പക്ഷേ സിയറയുടെ കാര്യം വരുമ്പോൾ പ്രത്യേകിച്ച് പറയണം. കാരണം എന്താ അറിയോ, നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാർ ടു കാർ ഇമ്പാക്റ്റിൻ്റെ ഒക്കെ ടെസ്റ്റിംഗ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. അതായത് ഇൻഡസ്ട്രിയിൽ ആരും നടത്താത്ത രീതിയിൽ നമ്മൾ സാധാരണ ഒരു പില്ലറിലിടിക്കുക, മതിലിടിക്കുക, സൈഡിടിക്കുക, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുള്ളത്. പക്ഷേ 2 വാഹനങ്ങൾ കൂട്ടി ഇടിച്ചുകൊണ്ട് ഒരു റിയൽ ഫാക്ട് അല്ലെങ്കിൽ റിയൽ വേൾഡിൽ ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ ഇതിൽ സേഫ്റ്റി ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സേഫ്റ്റി റേറ്റിംഗ് കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഏറ്റവും ടോപ്പായിരിക്കും. അത് 5 സ്റ്റാറിന് മുകളിൽ കൊടുക്കാൻ വല്ലതുണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും എന്ന് പറയാം. ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റ് മുതൽ നമുക്ക് 6 എയർ ബാഗ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം തുടങ്ങിയിട്ട് 20ഓളം സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിങ്, ഹിൽ ഡിസെൻറ്റ് കൺട്രോളൊക്കെ നമുക്ക് സെക്കൻഡ് വേരിയൻറ്റ് തൊട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഒരു കോംപ്രമൈസും വന്നിട്ടില്ല. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എഞ്ചിൻ്റെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. 2 പുതിയ എഞ്ചിൻ വന്നു എന്ന് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ കാണുന്നത് ഹൈപ്പറിയോൺ എന്ന് പറഞ്ഞുള്ളൊരു എഞ്ചിനാണ്. നമുക്ക് ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വന്നിട്ടുണ്ട്. അത് പുതിയ എഞ്ചിനാണ്. നമുക്ക് 3 സിലിണ്ടർ എഞ്ചിൻ്റെ ടാറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് 4 സിലിണ്ടർ എഞ്ചിൻ പുതിയതായിട്ട് അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതിന് 106 PS 145 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പുതിയൊരു പെട്രോൾ ടർബോ എഞ്ചിൻ, 2 പുതിയ എഞ്ചിനും പെട്രോളാണ് വന്നിട്ടുള്ളത്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 ലിറ്റർ തന്നെയാണ്, 4 സിലിണ്ടർ തന്നെയാണ്. പക്ഷേ ടർബോ ആയി മാറുമ്പോൾ നമുക്ക് 160 PS 255 Nm ടോർക്കുമായിട്ട് മാറുന്നുണ്ട്. ഇനി എൻ്റെ ഫേവറേറ്റ് ഡീസൽ എഞ്ചിൻ, അത് പുതിയതല്ല, ഓൾറെഡി ടാറ്റയുടെ ഒരുപാട് വാഹനങ്ങളിൽ ഉള്ളതാണ്. എഗെയിൻ 1.5 ലിറ്ററാണ്, 4 സിലിണ്ടറാണ്, ടർബോ ഡീസൽ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഏകദേശം 118 PS 260 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 280 Nm ടോർക്കായിട്ട് അത് മാറുന്നില്ല. അത്തരത്തിൽ പവർ, പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഓൺ പേപ്പറിൽ നോക്കുന്ന സമയത്ത് നമുക്ക് വാഹനം കയ്യിൽ കിട്ടുമ്പോൾ ഓടിച്ചിട്ട് അത് എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിംഗ് വേരിയൻ്റെ പ്രൈസ് മാത്രമേ ഇപ്പോൾ ടാറ്റ പറഞ്ഞിട്ടുള്ളൂ, 11,49,000 എന്നുള്ളത്. അത് ഏകദേശം ഞാൻ ഓൺ റോഡ് വരുന്ന കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 13,70,000 റേഞ്ചൊക്കെയാണ്. മറ്റുള്ള വേരിയൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. വാഹനത്തിൻ്റെ ബുക്കിങ്ങും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഡിസംബർ 16-ാം തീയതിയാണ് ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനുവരി 15-ാം തീയതി മുതലാണ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുക. അതായത് 2026 മാനുഫാക്ചറിങ് ആയിരിക്കും നമ്മുടെ ടാറ്റ സിയറ നമ്മുടെ കൈകളിൽ എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നേരം കണ്ടതിൽ നിന്നും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ബഡ്ജറ്റ് ഉള്ളവരാണെങ്കിൽ ഒരു 4ാമത്തെ വേരിയൻ്റ് മുകളിലേക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാത്തവർ ഏകദേശം ബേസ് വേരിയൻ്റ് എടുത്താലും അടിപൊളിയാണ്. മാനുവൽ ട്രാൻസ്ഫർ വേണ്ടവർക്ക് എന്നുള്ളതാണ്. ഫീച്ചേഴ്സ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും തീർച്ചയായിട്ടും അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോ കാണാം. ബൈ ബൈ.